പാപ്പ പറയുന്നു, ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരു സംശുദ്ധ സഭയില്ല. ലോകത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ആദർശാത്മകവും സംശുദ്ധവുമായ ഒരു സഭ നിലനിൽക്കുന്നില്ല. ചരിത്രത്തിൽ അവതീർണമാകുന്ന ക്രിസ്തുവിന്റെ സഭയാണുള്ളത്. തീർത്തും മാനുഷികമായ വീക്ഷണത്തിലൂടെ സഭയെ മനസ്സിലാക്കാനാവില്ല. ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട മാനവരാശിയോടുള്ള സ്നേഹത്തിന്റെ ദൈവിക പദ്ധതിയുടെ ഫലമാണ് സഭ. സഭാംഗങ്ങൾക്ക് ആത്മീയമായ എന്തെങ്കിലും മേധാവിത്വം മറ്റുള്ളവരെക്കാൾ ഉണ്ട് എന്നല്ല ഇതിനർത്ഥം. സഭയുടെ മാനുഷിക മാനം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. കാരണം ക്രൈസ്തവരായിരിക്കുക എന്നതിന്റെ ആനന്ദവും സഹനവും പരസ്പരം പങ്കുവെക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവർ. സുവിശേഷം പ്രഘോഷിക്കുകയും ജീവിതത്തിലുടനീളം നമ്മെ അനുഗമിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് അടയാളമായി മാറുകയും ചെയ്യുന്നു സഭ. പക്ഷേ ഇത് സഭയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നതിന് പര്യാപ്തമല്ല. കാരണം സഭയ്ക്ക് ഒരു ദൈവിക മാനവുമുണ്ട്. സഭയ്ക്ക് ആദർശാത്മകമായ ഒരു പൂർണ്ണതയോ സഭാംഗങ്ങൾക്ക് ആത്മീയമായ മേധാവിത്വമോ ഉണ്ട് എന്നതിലല്ല ഈ ദൈവികത കാണാൻ കഴിയുക. മറിച്ച് മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയിൽ നിന്നാണ് സഭ ഉണ്ടായത് എന്ന വസ്തുതയിലാണ് ഈ ദൈവിക മാനമുള്ളത്. അതിനാൽ സഭ ഒരേ സമയം ഒരു ലൗകിക സമൂഹവും ക്രിസ്തുവിന്റെ മൗതിക ശരീരവുമാണ്. ദൃശ്യമായ ഒരു കൂട്ടായ്മയും ആത്മീയമായ ഒരു രഹസ്യവുമാണ്. ചരിത്രത്തിൽ സന്നിഹിതമായ ഒരു യാഥാർത്ഥ്യവും സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന ഒരു ജനതയുമാണ്. സഭയുടെ മാനുഷികവും ദൈവികവുമായ മാനങ്ങൾ ഒന്ന് മറ്റൊന്നിനെ ബാധിക്കാതെ പരസ്പരം നന്നായി ഇഴുകിച്ചേരുന്നു. മാനുഷികവും ദൈവികവുമായ ഒരു യാഥാർത്ഥ്യമാണ് സഭ. പാപിയായ മനുഷ്യനെ അവൾ സ്വീകരിക്കുകയും ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സുവിശേഷത്തിനും സഭ എന്ന സ്ഥാപനത്തിനുമിടയിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. നമ്മുടെ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ സാക്ഷാത്കാരത്തിനും അതിന് മൂർത്തരൂപം നൽകുന്നതിനുമായി പ്രവർത്തിക്കുന്നവയാണ് സഭയുടെ സംവിധാനങ്ങൾ. ക്രിസ്തു സഭയ്ക്കുള്ളിൽ വസിക്കുന്നു എന്ന വസ്തുതയിലാണ് സഭയുടെ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. സഭാംഗങ്ങളുടെ എളിമയിലൂടെയും ബലഹീനതയിലൂടെയും അവിടുന്ന് സ്വയം നൽകിക്കൊണ്ടിരിക്കുന്നു. മാർച്ച് 4 സെയിന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ പൊതുദർശന വേളയിൽ നൽകിയ സന്ദേശത്തിൽ നിന്നും.